ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് അറിയും. ഒരു 2 മിനിറ്റ് നേരം വീശി അടിച്ചൊരു ചുഴലിക്കാറ്റിലാട്ടാ. അപ്പോൾ ഇത് ഇന്നലെ രാത്രി അങ്ങോട്ട് കണ്ടില്ലേ, അതൊക്കെ വീണതൊക്കെ ക്ലീനാക്കുക കേട്ടോ. അവിടെ മരം മുറിഞ്ഞ് വീണതൊക്കെ നമ്മൾ അപ്പൂൻ്റെ പുതിയ കൂട് കണ്ടില്ലേ മക്കളെ. രാവിലെ പെലച്ചയ്ക്ക് 5 മണിക്ക് ഒരു കവുങ്ങാകുമ്പലായിരുന്നു. എന്നിട്ട് നീച്ച് വന്ന പാടന്നെ അതൊന്ന് വെട്ടി മാറ്റിയിട്ടാ. അതാണ് ആദ്യം ചെയ്തത്. രാത്രി ഭയങ്കര ചുഴലി ഉണ്ടായതിൻ്റെ ശേഷം പെലച്ചയ്ക്ക് ഒരു കവുങ്ങും കൂടി വീണ് കണ്ടില്ലേ, കീറി വീണിർക്ക് കേട്ടാ. 2 കവുങ്ങ് വീണ് വീട്ടിൽ. രണ്ടും നിറയെ അടയ്ക്കുള്ള കവുങ്ങ് കിട്ടാ. ഒരു കവുങ്ങ് നമ്മളെ കോഴിക്കോടിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഇട്ട് കീറി പോയർക്ക് കേട്ടാ. പിന്തേച്ചിരെ ഷീറ്റിട്ടതിൻ്റെ മേലെ കൂടെ തറവാട്ടിത്തെ മുൻവശത്തുള്ള നാരങ്ങ ഉണ്ട്, അതിൻ്റെ മേലെ കേട്ടാ കണ്ടില്ലേ കീറിയിട്ട് പോർക്കണ്. അപ്പോൾ അതിൻ്റെ ഒരു നീണ്ടു നിൽക്കണ ആ ഒരു കമ്പതാ ഇവിടെയാണ് കേട്ടോ കവുങ്ങ് കീറിയിട്ട് അങ്ങനെ മറിഞ്ഞു പോയുള്ളത്. പക്ഷേ അതിൻ്റെ ആ പൊളിഞ്ഞ് നിൽക്കണ ആ ഒരു കമ്പുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വഴിയെ പറഞ്ഞുതരാം എന്താ കമ്പ് പ്രശ്നം. അപ്പം രാവിലെ പേരും മഴയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ കൂടുമെന്ന്, ഈ അപ്പൂൻ്റെ കൂടുമെന്ന് ഇതൊന്നും ഒഴിവാക്കി കിട്ടാച്ചിട്ട് വേഗം അതൊന്നണ്ട് തലപ്പ് വെട്ടിയിട്ട് തോളിലൊക്കെ ഇട്ടിട്ട് ഞാനും കൂടിയിട്ട് ഒക്കെ വലിച്ചിട്ടു കേട്ടാ. അങ്ങനെ ഇത് സെൽമയുടെ അവിടെയാണ് കേട്ടാ. സെൽമയുടെ പറമ്പിൽ വന്ന നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമാവട്ടെ പോയി കണ്ടുണ്ടെച്ചിങ്ങേ. അപ്പോൾ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ നിന്നാണ്ട് റോട്ടിലേക്ക് ഇറങ്ങണേൻ്റെ അവിടെ തൊട്ടിട്ട് പിന്നെ അവളുടെ സ്ഥലമാണല്ലോ. അപ്പോൾ ഞാനെൻ്റെ ഫ്ലെക്സ് വെച്ചത് പറന്ന് പോയാച്ചിട്ടൊന്ന് നോക്കട്ടെ വെച്ചിട്ടുണ്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഫ്ലെക്സിനൊന്നും കുഴപ്പമില്ല. അപ്പം ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പൊടിയൈനിയും തേക്കുമരമാണ് കേട്ടോ വീണുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ പറഞ്ഞില്ലേ അവിടെ മുറിക്കുന്നുണ്ട് മരം എന്ന്. അപ്പോൾ ഈ തേക്കുമരം പിന്നെ ബേക്കറിയുടെ അപ്പുറത്ത് ഒരു മാവിൻ്റെ കൊമ്പും വലിയ കൊമ്പും ഇടിഞ്ഞിട്ട് അതൊക്കെ മുറിച്ച് മാറ്റി തരുന്നിട്ടാ. പിന്നെ എന്നെ പനമ്പാട് അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വളവിൽ വലിയ മാവിൻ്റെ എന്തോ ഒരു മരത്തിൻ്റെ കൊമ്പ് വീണിട്ട് ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ സരിമര പറമ്പീത്തെയാണ് കേട്ടാ. വലിയ തേക്ക് മരത്തിൻ്റെ കൊമ്പ് അങ്ങനെ റോഡ് ബ്ലോക്കാക്കിയിട്ട് കിടക്കിയിരുന്നിട്ടാ. അപ്പം ഇന്നലെ നിറയെ ജനങ്ങൾ കിട്ടാ. അപ്പോൾ കറണ്ട് ഇന്നലെ വരില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മളെ നാട്ടുകാരും ഇലക്ട്രിസിറ്റിക്കാരും എല്ലാവരും കൂടി ഇറങ്ങിയിട്ടാ. എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാവരും ഒത്തു ചേർന്നിട്ട് മുറിച്ച് മാറ്റേണ്ടതൊക്കെ മുറിച്ച് മാറ്റിയിട്ട് ഒരു 10:55 ആകുമ്പോഴേക്കും കറണ്ട് വന്നിട്ടാ. വളരെ നന്ദി, എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ അവരോടൊക്കെ. അങ്ങനെ ഞാൻ സെൽമരെ പറമ്പിലേക്കിട്ട് കയറിയതാണ് കേട്ടാ. എല്ലാവർക്കും ഒന്ന് കാണാലോ നഷ്ടങ്ങൾ. ഭയങ്കര വിഷമമായിട്ടാണ് കണ്ടപ്പോൾ. നമ്മളൊന്നും നഷ്ടങ്ങളൊന്നും ഒന്നുമല്ല. ജാതിമരാട്ടാ, നിറയെ കായ ഉണ്ടാകുന്ന ഒരു ജാതിമരം മറിഞ്ഞ് കിടക്കുന്ന കട പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് നിറയെ ജാതിക്കുള്ള മരം ചെരിഞ്ഞ് നിൽക്കുക കേട്ടോ കട പുഴകിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഈ സൈഡിലേക്ക് ഇറങ്ങിയതാണ് കേട്ടാ. നമുക്ക് സങ്കടം വരും, വല്ല ആന ഇറങ്ങിയ പോലെ കേട്ടാ. പറമ്പ് നിറയെ വാഴ കടോടക്കനെ പറഞ്ഞിട്ട് കൊലയുള്ള വാഴകൾ ഇട്ടാ. നമുക്ക് സങ്കടം വരും കേട്ടാ. ഒരു മാണി വാഴക്കൂമ്പായാലും ഓള് നാശാക്കൂല കേട്ടാ. എല്ലാവരും വിളിച്ചിട്ട് കൊടുക്കും. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. അത്ര എനിക്ക് സങ്കടമായി. കണ്ടില്ലേ കായക്കൊലയൊക്കെ ഉള്ള വാഴകളാണ് കേട്ടാ. തലങ്ങും വിലങ്ങും ഒരു 10-50 വാഴോളം വീണുണ്ടാവും കേട്ടാ കൊലച്ചതൊക്കെ. പിന്നെ ഇതാ കവുങ്ങൊക്കെ തലങ്ങും വിലങ്ങും. അതിൻ്റെ ഉള്ളിലുള്ള തേക്കുമരം, ഇത് റോഡിൽ നിന്ന് ഉള്ളിലേക്കുള്ള കേട്ടോ പറമ്പിലുള്ള തേക്കുമരം കവുങ്ങ് ഒക്കെ തലങ്ങും വിലങ്ങും വീണിട്ട് കയ്യാലേമേലേക്കും പെരപ്പുറത്തേക്കും ഒക്കെ വീണിട്ട് വീടിൻ്റെ ഓട് പറന്ന് പോയി, മേൽക്കൂര പോയി. തെങ്ങ് വീണിട്ട് ഒരു ഭാഗം ഷീറ്റ് ഇട്ടിരിക്കായിരുന്നു, ഷീറ്റൊക്കെ പറന്നു താഴെ വീണ്.
എന്തൊരു നാശനഷ്ടമാണ് ഓൾക്ക് ഉണ്ടായുള്ളതെന്ന് പറയാൻ പറ്റില്ല കേട്ടാ. ഓൾക്ക് അതിനുള്ള ധനസഹായമൊക്കെ എത്രയും വേഗം കിട്ടട്ടെ. കണ്ടില്ലേ, കയ്യാല ഈ ഇരുമ്പ് പൈപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ റെഡിയാക്കി എടുത്തതാട്ടോ അവർ. അതിൻ്റെ മേലേക്ക് വീണിട്ട് പട്ടിക ഇരുമ്പായ കാരണം മുറിഞ്ഞില്ല. നല്ല നാശനഷ്ടം. നമുക്ക് കണ്ടാലും നമുക്ക് അത്രയും വിഷമാവട്ടാ. കവുങ്ങൊക്കെ കായ്ക്കാരായിട്ടുള്ള കവുങ്ങൊക്കെ ഒടിഞ്ഞ് വീണത് കേട്ടാ. അത് അപ്പുറത്ത് അതാ ഒരു മരം വീണ് കിടക്കണ്. വാഴക്കൊല ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്, വീണ് കിടക്കുന്നുണ്ട്. പറമ്പ് മൊത്തം ഞാൻ നടന്നിട്ടാ. അപ്പോൾ നമുക്ക് എന്താണ് പറയുക, വിഷമം എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് സങ്കടമാവും കണ്ടാൽ എത്രപ്പോരം കൊലച്ച വാഴയാണ് വീണ് ഇപ്പോൾ കട പറഞ്ഞ് കിടക്കണമെന്ന് അറിയാം. എന്നാലും ആർക്കും ജീവന അപായമൊന്നും ഉണ്ടായില്ല കേട്ടോ. അതന്നെ ദൈവത്തിൻ്റെ എന്തോ ഒരു ഭാഗ്യം എന്ന് പറയുക. കായ്ക്കാരായ തെങ്ങിൻ്റെ തൈയിൻ്റെ കുരലേക്ക് മരം വീണിക്കുക കേട്ടാ. അത് കണ്ട ജാതി മരം അങ്ങനെ കട പുഴുകിയിട്ട് നിൽക്കുകയാണ് കേട്ടാ. അപ്പോൾ അതാ പണിക്കാരുണ്ട് കേട്ടോ മേലെ. ഓട് മാറ്റാനും പട്ടിക മാറ്റാനും ഒക്കെ ആയിട്ട് രാത്രി കെടുക്കണ്ടേ. കണ്ടില്ലേ, നിറയെ മരങ്ങൾ ഇടിഞ്ഞ് തലങ്ങും വിലങ്ങും ഒക്കെ കെടുക്കുക കേട്ടാ. അപ്പോൾ ആൻ്റെ തന്നെ അങ്ങനെ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഓൾക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെടിച്ചട്ടിയൊക്കെ കണ്ടില്ലേ, നിറയെ മുളകൊക്കെ ഉള്ള ചെടിച്ചട്ടികളാണ്. പൊട്ടി കണ്ടം തുണ്ടായിട്ട് കിടക്കുക കേട്ടാ. കണ്ടില്ലേ, ഷീറ്റൊക്കെ ഇട്ടൊക്കെ പറന്നു പോയി മേലെ. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടാ മറ്റുള്ളവർക്ക്. കണ്ടില്ലേ, ചെടി ചട്ടികളും മുളകും ഒക്കെ തലങ്ങും വിലങ്ങും. എത്ര കഷ്ടപ്പാടാണ് ഓളെ അറിവ്. വീട്ടിട്ട് എന്തെങ്കിലും ജോലികൾ കഴിഞ്ഞാൽ ഓളിങ്ങനെ ഓരോന്നും ചെയ്യും. ഷീറ്റാണ് കേട്ടാ, പെരയുടെ മേലുള്ള ഷീറ്റാണ് ആ കെടുക്കണമൊക്കെ. അങ്ങനെ ഞാൻ പുറകു വശത്തേക്ക് കൊണ്ട് വന്നതാണ് കേട്ടാ. അപ്പോൾ നല്ല വരിക്കപ്പിലാവുണ്ട് കേട്ടാ. ആ ചക്ക അവൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കി അവളെ ബന്ധുക്കൾക്കൊക്കെ. അതിൻ്റെ കൊമ്പും നടുവുന്നുണ്ട് ഇടിഞ്ഞിട്ട് വീണിക്കുക കേട്ടാ. അത്രയും ഐറ്റീന്ന്. പിന്നെ വെപ്പരയുടെ ഷീറ്റിൻ്റെ മേലെ ടാർപ്പായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഷീറ്റൊക്കെ ഇളകി വീണ് കിടക്കുക കേട്ടോ. അപ്പം അത്രയും ശക്തിയായി നല്ല. ഞാൻ ഇങ്ങനത്തെ ഒരു കാറ്റ് കണ്ടില്ല. ഞാനൊക്കെ ചീറുമായിരുന്നു കേട്ടാ. അത്രയും നമ്മളെന്നെ പറന്നു പോണ ജാതി കാറ്റ്. എന്തൊക്കെ ഉണ്ടാവുകയെന്ന് പേടിച്ചിട്ട് കണ്ടിട്ടാ. ലാവിൻ്റെ കൊമ്പൊക്കെ അങ്ങനെ ഇടിഞ്ഞ് വീണ് നിൽക്കുക കേട്ടാ. അപ്പോൾ അവിടെ അങ്ങനെ പുറകു വശത്ത് കൂടെ കൊണ്ട് വന്നതാണ് കേട്ടാ. അത്രയും ആയിട്ടുള്ള പ്ലാവിമെന്നാണ് കേട്ടാ കൊമ്പിടിഞ്ഞ് വീണത്. പിന്നെ അവിടുന്ന് കൊണ്ട് പോന്നപ്പോൾ വടപ്പുറത്ത് 2 കവുങ്ങ്. അപ്പോൾ ആ 2 കവുങ്ങ് ഒരു ബദാമിൻ്റെ എന്തോ ഒരു മരമാണ്. അത് കട പുഴുകിയിട്ട് കണ്ടില്ലേ, കട പുഴുകിയിട്ടുണ്ട് വീണപ്പോൾ കവുങ്ങും 2 കവുങ്ങാണ് കേട്ടോ അവിടെ വീണുള്ളത്. നല്ല പോകുന്ന തൈയിൻ്റെ തൂമ്പിലേക്കൊക്കെയാണ് കേട്ടോ വീണ് കിടക്കുന്നത്. ഇങ്ങനത്തെ ഒരു കാറ്റ് ആർക്കും ആപത്തൊന്നും ഉണ്ടാക്കാഞ്ഞാൽ മതി. ഏത് നേരത്തും പറമ്പിൽ ഓരോന്നും ഉണ്ടാക്കിയിട്ടും കുഴിച്ചിട്ടിട്ടുമാണ് കേട്ടാ പാവം. നമുക്ക് കാണുമ്പോൾ സങ്കടം വരും കേട്ടാ. അങ്ങനെ അവിടുന്ന് ഞാനിങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് അങ്ങോട്ട് ഇങ്ങനെ വരിക. അപ്പോൾ കണ്ടില്ലേ, ഒരു തെങ്ങ് വീണുണ്ട് കേട്ടാ. ആ തെങ്ങ് വേറൊരു കവുങ്ങുമ്മേലേക്കാണ് വീണുള്ളത്. ആ കവുങ്ങും വീണുണ്ട്. അങ്ങനെ ഞാൻ പോരുകയാണ് കേട്ടാ വീട്ടിലേക്ക്. അപ്പോൾ അതാണ് കേട്ടോ വീടിൻ്റെ ഒരു അവസ്ഥ, മേൽഭാഗമൊക്കെ. അപ്പോൾ ഞങ്ങളെ തറവാട്ടിൽ ഇന്നലെ രാത്രി ഞങ്ങൾ പോയിട്ട് അവിടെ. അപ്പോൾ വീട്ടിൽ 2 നിറയെ അടക്കയുള്ള കവുങ്ങ് വീണ്. എന്നാലും അതൊന്നും ഒന്നല്ല കേട്ടോ. അതൊക്കെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഞാനിങ്ങോട്ട് തറവാട്ടിൻ്റെ പറമ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങളെ. അപ്പോൾ അവിടെ മാവിൻ്റെ വലിയ കൊമ്പാണ് കേട്ടോ വീണത്. അപ്പോൾ 6 മണിക്ക് തന്നെ തറവാട്ടിട്ട് അനിയന്മാർ അതൊക്കെ വെട്ടി മാറ്റാനൊക്കെ നിന്ന കാരണം ഒക്കെ വെട്ടി തെങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്ന ഒറ്റാൾ. 6 മണിക്ക് കോട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയതാണ്.
വലിയ മാവിൻ്റെ കൊമ്പനെയായിരുന്നു കേട്ടാ. അപ്പോൾ തലങ്ങും വിലങ്ങും വീണിട്ട് ഇപ്പോൾ വെട്ടി തെങ്ങിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ. പിന്നെ അവിടുന്ന് അങ്ങനെ പോവുക. ഈ കായ്ക്കുന്ന കാലത്ത് നിറയെ മുരിങ്ങക്കായും നിറയെ എന്നും ഇല ഉണ്ടാവുന്ന വലിയ മുരിങ്ങ മരാട്ടാ. നടു അങ്ങനെ മുറിഞ്ഞു വീണ്. പക്ഷെ ഇപ്പം അവിടെ നോക്കിയാൽ ഒന്നും കാണില്ല. ഞാൻ പറഞ്ഞല്ലോ, 2 ആൾ പെലച്ചയ്ക്ക് നിന്നിട്ട് അവിടെയൊക്കെ ഇതാക്കിയിരുന്നിട്ടാ. കണ്ട ആ ബക്കറ്റ് കുത്തി വെച്ച മരമാണ് കേട്ടോ മുരിങ്ങയുടെ ഭാഗം. പിന്നെ 3-4 വാഴകളൊക്കെ മറഞ്ഞ് ബാത്റൂമിൻ്റെ ഷീറ്റൊക്കെ പറന്നു പോയി. വിൻറ്റേജിലെ വാർപ്പിൻ്റെ മേലിൽ നിന്നൊരു ഷീറ്റ് റോട്ടിൻ്റെ ആ ഭാഗത്തേക്ക് തറവാട്ടിത്തെ ഉമ്മറത്തേക്ക് പോയി. വൻ നാശനഷ്ടങ്ങൾ. വാഴയൊക്കെ കണ്ടില്ലേ വെട്ടി കൂട്ടിയിട്ടിട്ട് കണ്ടാ തെങ്ങിൻ്റെ ഇടയ്ക്ക്. നമുക്ക് വിഷമാവും കാണുമ്പോൾ. അങ്ങനെ ആ കവുങ്ങ് ഞങ്ങളെ അപ്പൂൻ്റെ കൂടുമ്പോഴേക്ക് പലിച്ച 5 മണിക്ക് വീണാട്ടാ. കൂടൊക്കെ ആകെ ഞാൻ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് മേടിച്ചതല്ല. ഞാൻ ആ ഒരു കൂടിട്ടവന് ആകെ തകരൊക്കെ നെറ്റൊക്കെ പോയി ആകെ നാശമായി. നമുക്ക് വിഷമാവും. ഇന്നലെ ഉറങ്ങിയില്ല തോന്നുന്നുണ്ട് കേട്ടോ, പേടിച്ചിട്ടൊക്കെ. അപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. കണ്ടില്ലേ ഷീറ്റിൻ്റെ ഒരവസ്ഥ. ഇനി അതൊക്കെ ഒന്ന് സ്ക്രൂ അടിച്ചാലേട്ടാ അത് നിൽക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിച്ചിങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ശബ്ദത്തിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചുമയും ജലദോഷമൊക്കെയാണ്. അങ്ങനെ ഞാൻ ബേക്കറിയുടെ അപ്പുറത്ത് മാവ് വീണോടത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി മുറിച്ച് മാറ്റിയിരുന്നല്ലോ, ശബ്ദം കേട്ടിരുന്നല്ലോ, അതാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല മഴ ഇരുട്ട് കുത്തിയിട്ടുമുണ്ട്. ഈ സൈഡിൽ കൂടെ വന്നിട്ട് വരികയായിരുന്നു. അങ്ങനെ ചെവിമട്ട് വന്ന് അലച്ചി. ചെവി കണ്ട ഞാൻ കണ്ടില്ല, ആ കുറ്റി കീറിയിട്ട് ഇങ്ങനെ നീണ്ട് നിൽക്കണത്. ചെവിയുടെ സൈഡിൽ നിന്നൊക്കെ ചോര വന്നിട്ടാ. എനിക്ക് ആകെ തലയ്ക്ക് അടി കിട്ടിയ പോലെ കുറച്ചേരയ്ക്ക് എന്താ പറയാനെന്ന് അറിയണില്ല. ആകെ തലയുണ്ട് തരിച്ചിട്ടാ. അപ്പം നമ്മളന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ ബൈ.